നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സൂര്യനും ശുക്രനും സൺ ആൻഡ് വീനസ് ചേർന്നുള്ള ഒരു യോഗത്തെക്കുറിച്ചാണ്. വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു യോഗമാണിത്. ഒന്ന് നവഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ, മറ്റൊന്ന് അസുരഗുരുവായ ഒരുപാട് കഴിവുകളുള്ള ഒരു ഗുരുവാണ് ശുക്രൻ. വളരെ ത്യാഗത്തിന്റെ ഫലമായിട്ട് ശിവനെ അത്രയധികം കാലം, ദീർഘകാലം തപസ് ചെയ്തിട്ടാണ് ശുക്രൻ മൃതസഞ്ജീവിനി എന്ന വിദ്യ കരസ്ഥമാക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ കലകളിലും ശുക്രൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ്. അതുപോലെ ഒക്കൾട്ടിക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലും ശുക്രനാണ് വളരെ പ്രാധാന്യമുള്ള ഒരു ഗ്രഹം. നമ്മുടെ ഈ അസ്ട്രോളജിയും പാമിസ്ട്രിയും ന്യൂമറോളജിയും അങ്ങനെയുള്ള നിഗൂഢതകൾ ഉള്ള വിദ്യകളെല്ലാം ശുക്രനിലാണ് നമ്മൾ കാണുന്നത്. മറിച്ച് സൂര്യൻ ആത്മകാരകനാണ്. സൂര്യൻ രാജകീയ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. വളരെയധികം ആജ്ഞാശക്തിയുള്ള ഒരു ഗ്രഹമാണ്. അതുപോലെ തന്നെ ഈ വിദ്യയുടെ കാര്യത്തിലും സൂര്യൻ ഒരു വിദ്യയുടെ ഗ്രഹം കൂടിയാണ്. സൂര്യനാണ് ആക്ച്വലി ശ്രീരാമഭക്തനായ ഹനുമാൻജിക്ക് വിദ്യകളെല്ലാം പഠിപ്പിച്ചത്. ഹനുമാൻജിയുടെ ഗുരുവാണ് സൂര്യൻ. അപ്പോൾ സൂര്യന് വിദ്യയുമായിട്ടും വളരെയധികം ബന്ധമുണ്ട്. അതുപോലെ ബുദ്ധി, ആരോഗ്യം, നമ്മുടെ വിറ്റാലിറ്റി, നമ്മുടെ ശക്തി എല്ലാം സൂര്യനാണ് ഈ പ്രപഞ്ചത്തിന്റെ ഫണ്ടമെന്റൽ ബേസ്. സൂര്യനില്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല. അങ്ങനെയുള്ള സൂര്യനും പ്രാക്ടിക്കലായിട്ട് വളരെയധികം ഈ കാലഘട്ടത്തിൽ നമ്മുടെ കലിയുഗത്തിന്റെ ഗുരു ശുക്രൻ ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മറ്റ് യുഗങ്ങളിലൊക്കെ ബൃഹസ്പതിയാണ് ഗുരുവായിട്ട് പറയുന്നത്. പക്ഷെ കലിയുഗത്തിൽ ശുക്രനാണ് ഗുരുവായിട്ട് പറയുന്നത്. അപ്പം കാരണം ശുക്രന്റെ സ്വാധീനമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. അത് സന്തോഷത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ വൈകാരിക ഭാവങ്ങളുടെയും ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുടെ ലവ്, റൊമാൻറ്റിസം, ഇതൊക്കെ ശുക്രനാണ്. ശുക്രന് വളരെയധികം സ്വാധീനമുണ്ട്. ഈ ശുക്രനും സൂര്യനും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന സവിശേഷതകൾ, അതിൻ്റെ ഫലങ്ങൾ, അതാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. ചിന്തിക്കുമ്പോൾ ശുക്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജ്യോതിശാസ്ത്രത്തിൽ കാലപുരുഷന്റെ സെക്കൻഡ് ഹൗസ് ഇടവം, അതുപോലെ തന്നെ 7th ഹൗസ് തുലാം, ഇതിൻ്റെ ഉടമസ്ഥത ശുക്രനാണ്. 2ാം ഭാവം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കുടുംബഭാവമാണ്, ധനഭാവമാണ്. 2 7ാം ഭാവം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈ കല്യാണത്തിൻ്റെ സ്ഥാനമാണ്, ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്ഥാനമാണ്, നമ്മുടെ കോൺട്രാക്റ്റുകളൊക്കെ നടത്തുന്ന സ്ഥാനമാണ്, വിവാഹത്തിൻ്റെ സ്ഥാനമാണ്, വിദേശ യാത്രയുടെ സ്ഥാനമാണ്, നമ്മുടെ ഔട്ട്സൈഡേഴ്സ് ആയിട്ട് നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് 7ാം ഭാവം കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ 2 എന്ന് പറയുന്നത് അവിടെ ഈ നമ്മുടെ സംസാരം, നമ്മുടെ സൗന്ദര്യമൊക്കെ അതിലുണ്ട്.
അപ്പോൾ ഈ രണ്ടിൻ്റെയും 7-ൻ്റെയും സ്വാധീനം ശുക്രനും, 5-ാം ഭാവം അത് സൂര്യൻ്റെതാണ്. ചിങ്ങം രാജാവിൻ്റെ ഒരു സ്ഥാനമാണത്. ബുദ്ധിയുടെയും ഭാഗ്യത്തിൻ്റെയും പൂർവജന്മ പുണ്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ആജ്ഞാശക്തിയുടെയും ഇങ്ങനെ നമ്മുടെ ക്രിയേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട് വരുന്നത് 5-ാം ഭാവം കൊണ്ട് പറയുന്നത് ക്രിയേഷനാണ്. പലതരത്തിലുള്ള കലാപരമായിട്ടും എല്ലാമുള്ള നമ്മുടെ ക്രിയേഷൻസൊക്കെ 5-ാം ഭാവം കൊണ്ടാണ് പറയുക. അതുപോലെ തന്നെ അത് സന്താനഭാവമാണ്, പൂർവജന്മ പുണ്യമാണ്. പൂർവജന്മത്തിൽ നമ്മൾ ചെയ്ത പുണ്യങ്ങൾ അനുഭവിക്കുന്നത് 5-ാം ഭാവത്തിൽ കൂടിയാണ്, സന്താനങ്ങൾ. അപ്പോൾ ഈ 2ഉം 5ഉം 7ഉം ഹൗസസ് കാലപുരുഷന്റെ അത് നമ്മൾ ഈ യോഗത്തിനെ പറ്റി പറയുമ്പോൾ ചിന്തിക്കണം. വളരെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഒന്നതാണ്. ഈ സൂര്യനും ശുക്രനും ചേർന്ന യോഗം, ആ യോഗത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നമ്മുടെ ഈ ഡിപ്ലോമസിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ യോഗമുള്ള ആൾക്കാർ അധികവും ഈ ഡിപ്ലോമാറ്റിക് ഫീൽഡിൽ വളരെ കഴിവുള്ളവരായിരിക്കും. അതിനുള്ള കാരണം എന്താണ്? അത് അവർക്ക് ഉള്ള ഒരു രാജകീയ സ്വഭാവം സൂര്യൻ്റെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്നു. ഒപ്പം തന്നെ സൗന്ദര്യവും പേഴ്സണാലിറ്റിയും വാക്ചാതുര്യവും ഒക്കെ ഈ ശുക്രൻ്റെ ചേർച്ചയിലുണ്ടാകുന്നു. അപ്പോൾ ഈ 2 സവിശേഷങ്ങളായിട്ടുള്ള ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് ഈ യോഗമുള്ള ആൾക്കാർ എപ്പോഴും ഡിപ്ലോമാറ്റ്സ് ആകാൻ സാധ്യതയുള്ളവരാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മേഖലയിൽ അവർ പ്രവേശിച്ചാൽ വളരെ ഉയരുവാനും സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ഈ സൂര്യനും ശുക്രനും ചേർന്നാൽ ഉണ്ടാകുന്ന ഡിപ്ലോമാറ്റിക് ആകാനുള്ള ഒരു യോഗം. മറ്റൊന്ന് അവരെ സന്താന യോഗമാണ്. കാരണം ഒന്ന് 5-ാം ഭാവം സന്താനം കൊണ്ട് പറയുന്നു, 7-ാം ഭാവം ശുക്രനാണ്. ഇത് 2 കൂടി ചേർന്നിട്ടുള്ളൊരു യോഗം, അത് സന്താന യോഗമാണ്. വളരെ ഗുണം കിട്ടുന്ന, അച്ഛനും അമ്മക്കും വളരെ ഗുണം കിട്ടുന്ന ഒരു യോഗമാണ്. ഗുണം കിട്ടുന്ന സന്താനങ്ങളായിരിക്കും ഈ യോഗമുള്ള ആൾക്കാർക്കുണ്ടാവുക. മറ്റൊന്ന്, ഈ ശുക്രനും സൂര്യനും ചേർന്ന് നിൽക്കുമ്പോൾ വിദ്യാപരമായിട്ട് തന്നെ ചിന്തിക്കണം. കാരണം സൂര്യൻ വിദ്യയുടെ ഒരു ഗ്രഹമാണ്. അതുപോലെ തന്നെ വിദ്യ അഭ്യസിപ്പിക്കുന്നതിൽ ശുക്രനും വളരെ ഗുരുവാണല്ലോ, അസുരന്മാരുടെ ഗുരുവാണ്. അപ്പോൾ ഈ ഒരു യോഗമുള്ളവർ വിദ്യാപരമായിട്ട് വളരെ പുതിയ പുതിയ ആശയങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയുന്നവരായിരിക്കും. നമ്മുടെ ഈ ആർട്ടിസ്റ്റിക് ഫീൽഡ് വളരെ നന്നായിട്ട് അവർ ഷൈൻ ചെയ്യും. അതുപോലെ നല്ല എഴുത്തുകാരായിരിക്കും, നല്ല പാട്ടുകാരായിരിക്കും, അഭിനയിക്കുന്നവരായിരിക്കും. ഇങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും ഈ യോഗമുള്ള ആൾക്കാർക്ക് ഉണ്ടാകും. വേറൊരു പ്രധാനപ്പെട്ട ഒരു യോഗം എന്ന് പറയുന്നത് ശുക്രനും സൂര്യനും ചേർന്നുള്ള യോഗം. ഇവർ എപ്പോഴും സൂര്യന് ബലവാനായിട്ടാണ് ഈ യോഗം നിൽക്കുന്നതെങ്കിൽ വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഉയർന്ന സ്ഥാനത്ത് ജോലി ചെയ്യാനുള്ള യോഗം ഉണ്ടാകും. ഒരു രാജകീയത അവിടെ ഉണ്ടാവും അവരെ ചെയ്യുന്ന ജോലിക്കൊക്കെ. ഇത് സൂര്യനും ശുക്രനും തമ്മിൽ ഉള്ള ബലം നോക്കിയിട്ടാണ് പറയേണ്ടത്. ശുക്രന് ബലമുണ്ടെങ്കിൽ അവർ കലാപരമായ ഫീൽഡുകളിലായിരിക്കും ഷൈൻ ചെയ്യുക. ഈ ഒരു യോഗത്തിനുള്ളൊരു പ്രത്യേകതയാണ്. എപ്പോഴും ഈ യോഗത്തിനെ പറ്റി പറയുമ്പോൾ ശുക്രൻ്റെ കമ്പസ്റ്റൻ്റ് ആയിട്ടുള്ള അവസ്ഥയുണ്ട്. വളരെ ക്ലോസ് ആയിട്ട് സൂര്യനായിട്ട് വന്നാൽ ഈ യോഗത്തിൻ്റെ ഫലങ്ങൾ കുറേയൊക്കെ വിപരീതമാകും. പ്രത്യേകിച്ച് കല്യാണത്തിൻ്റെ കാര്യത്തിലൊക്കെ
ഈ യോഗം ഗുണം ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഈഗോ ആണ് അവിടെ. ഈ സൂര്യൻ്റെ ഈഗോ, ആ ഈഗോ സംബന്ധമായിട്ടുള്ള ക്ലാഷസും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ യോഗക്കാരെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്യണം, ഈഗോ കൺട്രോൾ ചെയ്യണം. എന്നാൽ ഈ യോഗക്കാർക്ക് പല കാര്യങ്ങളിലും വിജയം കണ്ടെത്താൻ സാധിക്കും. ഇനി ഈ യോഗമുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് ഈ നമ്മുടെ സ്വഭാവങ്ങൾ അതിനെ ബാലൻസ് ചെയ്തെടുക്കണം. നമ്മുടെ എടുത്തുചാട്ടം, അതുപോലെ തന്നെ ഈഗോ, ഇതൊക്കെ ബാലൻസ് ചെയ്തെടുക്കുക. എന്നാൽ ഈ യോഗമുള്ളവർക്ക് ഈ സൂര്യനും ശുക്രനും ചേർന്ന് നിൽക്കുന്ന യോഗം ഉള്ള ആൾക്കാർക്ക് ഈഗോ ക്ലാഷിനെ അവോയ്ഡ് ചെയ്യാൻ സാധിച്ചാൽ അവർ സക്സസ്ഫുൾ ആയിരിക്കും. ഈവൻ കല്യാണ കാര്യത്തിലും അതായിരിക്കും അവർക്ക് ദോഷം ചെയ്യുന്നത്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ജീവിതം സക്സസ്ഫുൾ തന്നെയായിരിക്കും. മറ്റൊന്ന് ഇവർ ചെയ്യേണ്ടത്, സൂര്യൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ആദിത്യ ഹൃദയം മന്ത്രം അത് ജപിക്കുന്നത് ഈ യോഗത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഗായത്രി മന്ത്രം ഉരുവിടുന്നത്, പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരെ നമ്മൾ സേവിക്കുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ ഈ ഒരു യോഗത്തിന് ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷങ്ങൾ പരിഹരിക്കാൻ കഴിയും. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ യോഗമുള്ള ആൾക്കാർക്ക് കിഡ്നി സംബന്ധമായിട്ടും ഈ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനുള്ള തകരാറുകൾ, കണ്ണിനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, സ്കിൻ പ്രോബ്ലംസ്, ഇതൊക്കെ നോക്കണം. അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കണം. എപ്പോഴും സൂര്യനെ പ്രീതിപ്പെടുത്താൻ ശിവനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ശുക്രനെ പ്രീതിപ്പെടുത്താൻ ദേവീ പ്രാർത്ഥനയും നല്ലതാണ്. ഇത് രണ്ടും ചെയ്താൽ ഈ യോഗം, ഞാൻ പറഞ്ഞില്ലേ, വളരെയധികം കഴിവുള്ള ആൾക്കാരെ സൃഷ്ടിക്കുന്നൊരു യോഗമാണ്. വലിയ ഡിപ്ലോമാറ്റ്സും വലിയ IAS IPS റാങ്കിങ് ഉള്ള ആൾക്കാരൊക്കെ ഈ യോഗത്തിൽ വരുന്നുണ്ട്. വളരെ നല്ല യോഗമാണ്. മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ യോഗത്തിൻ്റെ ദോഷഫലങ്ങൾ, ചെറിയ ദോഷഫലങ്ങളേ ഉള്ളൂ, അതിനെ നമ്മൾ മനസ്സിലാക്കി പരിഹാര മാർഗങ്ങൾ കണ്ടെത്തിയാൽ ഏറ്റവും നല്ല യോഗമായിരിക്കും. കൂടുതലായിട്ട് പറയുന്നില്ല, തൽക്കാലം ഇത്രമാത്രം.